ഭക്ഷണം വെടിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഉപവാസം എന്ന് പറയുന്നത്. പകരം ഭക്ഷണം വെടിഞ്ഞ് മറ്റൊരു ഭക്ഷണത്തിന് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ഉപവാസം പൂർണ്ണമാകുന്നത്. എന്താണ് മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ തിരുവചനം തന്നെയാണ്. ഭൗതികമായ ഭക്ഷണങ്ങളെല്ലാം വെടിഞ്ഞ്, സാധാരണ നാം കഴിക്കുന്ന ഭക്ഷണമെല്ലാം വെടിഞ്ഞ്, രുചികരമായ ഭക്ഷണമെല്ലാം വെടിഞ്ഞ് ആത്മീയ ഭക്ഷണമായ ദൈവവചനം രുചിക്കുവാനും ഭക്ഷിക്കുവാനും തുടങ്ങുമ്പോഴാണ് ആ ഉപവാസം പൂർണ്ണമാകുന്നത്. അല്ലെങ്കിൽ ആ ഉപവാസം ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. ഉപവാസത്തിന് വില വരുന്നില്ല. 40 ദിവസം ഉപവാസത്തായിരുന്ന യേശുക്രിസ്തു പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തപ്പോൾ പിശാച് ക്രിസ്തുവിനെ പരീക്ഷിക്കുവാനിടയായി. ഈ കല്ല് അപ്പമാകുവാൻ കൽപ്പിച്ചപ്പോൾ ക്രിസ്തു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ട് മനുഷ്യപുത്രൻ ജീവിക്കുക. ഉപവാസത്തിൽ ജീവിക്കപ്പെടുന്നത് ഈ ലോകത്തിലെ ഭക്ഷണം കൊണ്ട് മാത്രമാണെന്ന് പിശാച് കരുതിയപ്പോൾ, പിശാചിൻ്റെ ചിന്തയെ തച്ചുടച്ചുകൊണ്ട് ക്രിസ്തുയേശു അങ്ങനെ പറയുകയാണ്: ഉപവാസത്തിൽ ഒരു മനുഷ്യപുത്രൻ ജീവിക്കുന്നത് ഈ ലോകത്തിലെ ഭക്ഷണം കൊണ്ട് മാത്രമല്ല, ദൈവവചനമാകുന്ന ഒരു ആത്മീയ ഭക്ഷണം കൊണ്ട് ജീവിക്കപ്പെടുകയാണ്. ഇങ്ങനെയായിരിക്കണം നാമും ഓരോരുത്തരും. ദൈവിക ഭക്ഷണം കഴിക്കുന്നവന്റെ ജീവിതത്തിൽ മാത്രമേ ഉപവാസങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. മോശ സീനായി പർവ്വതത്തിന്റെ മുകളിൽ കയറിയപ്പോൾ ഈ മനുഷ്യൻ 40 ദിവസമാണ് ദൈവത്തിന്റെ തേജസ്സോടൊപ്പം ഇരുന്നത്. ദൈവത്തിന്റെ തേജസ്സും ദൈവം കൊടുത്ത വചനങ്ങളും കൽപ്പനകളുമായിരുന്നു അവന്റെ ഭക്ഷണം എന്ന് പറയുന്നത്. ഒരിക്കലും ഭൗതിക ഭക്ഷണം കഴിക്കുവാൻ അവന് അവസരമില്ലായിരുന്നു. എന്നാൽ 40 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ കൽപ്പലകകൾ അവന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളുടെ പാപങ്ങൾ കണ്ടപ്പോൾ ആ കൽപ്പലകൾ എറിഞ്ഞുടയ്ക്കുവാനിടയായി. വീണ്ടും ആ പാപപരിഹാരത്തിന് വേണ്ടി വീണ്ടും താൻ സീനായി മലമുകളിൽ വീണ്ടും കയറി വീണ്ടും 40 ദിവസം ഇരുന്നു. അങ്ങനെ 80 ദിവസമാണ് ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ഈ 80 ദിവസവും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇവൻ കഴിച്ചത് ഒരിക്കലും ഭൗതിക ഭക്ഷണമല്ല, പകരം ആത്മീക ഭക്ഷണം തന്നെയാണ്. ഒരു മനുഷ്യനെ ഊർജിതനാക്കുന്നത്, ആത്മതലത്തിൽ ഊർജിതനാക്കുന്നത് ആത്മീക ഭക്ഷണം തന്നെയാണ്. ഈ ലോകത്തിന്റെ ഭക്ഷണം ഭൗതിക ശരീരത്തെ ഊർജിതമാക്കുമ്പോൾ ആത്മശരീരത്തിന് വേണ്ടത് ദൈവവചനമെന്ന ഭക്ഷണം തന്നെയാണ്, ആത്മീകമായ ഭക്ഷണം തന്നെയാണ്. ആത്മീക മണ്ഡലത്തിൽ നീ നിലയുറപ്പിക്കണമെങ്കിൽ, നീ ജീവിക്കണമെങ്കിൽ നിനക്ക് വേണ്ടത് ആത്മീക ഭക്ഷണം തന്നെയാണ്. ഇന്ന് പലരും ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ പട്ടിണി കിടക്കുക, ലോകത്തിലെ ഭക്ഷണം കഴിക്കുന്നില്ല, എന്നാൽ ആത്മീയ ഭക്ഷണം അവർ കഴിക്കുന്നില്ല. അതിനെക്കുറിച്ച് സാധാരണഗതിയിൽ പറയാൻ കഴിയുന്ന വാക്കെന്ന് പറയുന്നത് പട്ടിണി എന്നാണ്. പട്ടിണിയല്ല നീ ദൈവസന്നിധിയിൽ കിടക്കേണ്ടത്. പട്ടിണി കിടന്നത് കൊണ്ട് ദൈവം നിന്റെ ജീവിതത്തിൽ അനുകമ്പയുമായി കടന്നു വരുമെന്ന് നീ ചിന്തിക്കരുത്. പട്ടിണിയല്ല, പകരം ആത്മീയ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരമാക്കി ഉപവാസത്തെ നീ മാറ്റിയെടുക്കണം. ദൈവവചനം നന്നേ രുചിച്ച് ഭക്ഷിക്കുവാൻ നിനക്ക് ഉപവാസത്തിൽ കഴിയുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചിലത് പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് സത്യം തന്നെയാണ്. ഇത് തന്നെയാണ് ഉപവാസത്തിന്റെ ക്രമീകരണം എന്ന് പറയുന്നത്. ഇന്നു മുതൽ നീ ഉപവാസം എടുക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആത്മീയ ഭക്ഷണത്തോട് നീ നീതി പുലർത്തണം. അവിടെയാണ് നിനക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ സഹോദരൻ ഇവാഞ്ചലിസ്റ്റ് പ്രേംജിത്ത് ജോർജ്, നിലമ്പൂർ.